SIR-ൽ സുപ്രധാന പരാമർശങ്ങളുമായി സുപ്രീം കോടതി. താമസ സ്ഥലം തെളിയിക്കുന്നതിന് ആധാർ രേഖയായി അംഗീകരിക്കണമെന്ന് സുപ്രീം കോടതി. എന്നാൽ ആധാർ പൗരത്വ രേഖയായി അംഗീകരിക്കാനാകില്ല. രാജ്യത്തെ പൗരന്മാർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. എന്നാൽ വ്യാജമായി പൗരത്വം അവകാശപ്പെടുന്നവർക്ക് വോട്ടർ പട്ടികയിൽ തുടരാനാകില്ല എന്നും കോടതി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, ആധാർ നേരത്തെ തന്നെ അംഗീകരിക്കണമെന്ന് കോടതി പറഞ്ഞിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ ഏത് രീതിയിലാണ്? ആര്യ, നേരത്തെ തന്നെ ഈ ആധാർ അംഗീകരിക്കണമെന്ന ഒരു വാക്കാലുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ആധാർ ഈ 11 രേഖകൾക്ക് പുറമെ ആധാർ അംഗീകരിക്കുന്നില്ല എന്നാണ് RJD ഉൾപ്പെടെയുള്ള ഹർജിക്കാർക്ക് വേണ്ടി ഇന്ന് സുപ്രീം കോടതിയിൽ കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇന്ന് തന്നെ ഈ ആധാർ ഈ ഒരു രേഖയായി അംഗീകരിക്കണം, അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഐഡന്റിറ്റിയും അദ്ദേഹത്തിന്റെ താമസ സ്ഥലവും തെളിയിക്കുന്നതിന് ആധാർ ഒരു രേഖയായി അംഗീകരിക്കണം, കണക്കിലെടുക്കണം എന്ന കാര്യം വ്യക്തമാക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ആധാർ ഒരു പൗരത്വ രേഖയായി കണക്കാക്കില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആധാർ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ അവരെ ഒരു ഇന്ത്യൻ പൗരനായി കണക്കാക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ ആധാറുമായി ബന്ധപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്, ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കോടതി എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, ഇന്ത്യയിലെ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആണെങ്കിൽ, ഇന്ത്യയുടെ ഒരു പൗരനാണെങ്കിൽ അവർക്ക് വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടാകാനുള്ള അർഹതയുണ്ട്, അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ വ്യാജമായി ഒരു പൗരത്വം അവകാശപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വോട്ട് അവര് ഈ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവരുടെ പേര് നീക്കം ചെയ്യേണ്ടതാണ്, അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല എന്ന പരാമർശവും കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആധാർ ഒരു രേഖയായി, താമസ സ്ഥലത്ത് തെളിയിക്കുന്നതിനുള്ള ഒരു രേഖയായി അംഗീകരിക്കണമെന്ന ഒരു നിർദ്ദേശം ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പുറപ്പെടുവിക്കാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാദം ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ്.